ഇരുട്ടാണോ എന്നറിയില്ല. ഹലോ, ഗുഡ് മോർണിംഗ് എവറിബഡി. വെൽക്കം ടു ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇന്ന് ആദ്യം ഒരു ഇൻട്രോ, പിന്നെ കാര്യങ്ങൾ, പിന്നെ ഒരു എൻഡ് നോട്ട്. അപ്പോൾ നമ്മൾ ഈ കരിയർ കൗൺസിലിംഗ് ആയതുകൊണ്ട് എഡ്യൂക്കേഷനാണ് നമ്മുടെ അന്നം, അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ, സോറി. അപ്പോൾ ഓറ കരിയർ ഗൈഡൻസും നമ്മുടെ എഡ്യൂ മൈൽ സ്റ്റോൺസും ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. aura.edumilstones.com. ഓറ കരിയർ ഗൈഡൻസിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് കാണാൻ പറ്റും. ആ വെബ്സൈറ്റിലാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് പ്രൊഫൈലിംഗ് പേജസ്. ഞാൻ പറഞ്ഞു 23 കൺട്രീസ്, ഇന്ത്യക്ക് പുറത്ത് ഫോറിൻ കൺട്രീസിൽ നെറ്റ്വർക്ക് കോളേജസ് ഉണ്ട്. എഡ്യൂ മൈൽ സ്റ്റോൺസിന് 23 കൺട്രീസിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനം എഡ്യൂ മൈൽ സ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്നേഴ്സാണ്. എഡ്യൂ മൈൽ സ്റ്റോൺസ് B2B മാത്രമേ ചെയ്യുന്നുള്ളൂ. ദേ ഡോണ്ട് ഡു B2C. നൗ മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും പറയുന്ന പോലെ 1500 കോളേജസായിട്ട് ടൈഡപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് ഓറ കരിയർ ഗൈഡൻസിനും എഡ്യൂ മൈൽ സ്റ്റോൺസിനുമുള്ള നെറ്റ്വർക്ക് യൂണിവേഴ്സിറ്റീസ് 23 കൺട്രീസിൽ. ഇന്ത്യയിൽ 1000ഓളം യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഉണ്ട്. അതിൽ ഓഫ്ലൈൻ കോഴ്സസും നൽകുന്നുണ്ട്, ഓൺലൈൻ കോഴ്സസും നൽകുന്നുണ്ട്. aura.edumilstones.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു ഹോം പേജാണ്. അതിലൊരു പ്രൊഫൈലിംഗ് പേജുണ്ട്. ആ പ്രൊഫൈലിംഗ് പേജിൽ 20 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാനുണ്ട്. യു ക്യാൻ കോൾ മീ ഓൺ മൈ നമ്പർ, അല്ലെങ്കിൽ മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ലൈവിൽ വരുമ്പോൾ ചോദിച്ചാലും മതി. എല്ലാ ദിവസവും 8 മണിക്ക് ആസ് ഫാർ ആസ് പോസിബിൾ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഞങ്ങളുടെ ഓറ കരിയർ ഗൈഡൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ aura.edumilstones.com എന്ന വെബ്സൈറ്റിൽ ഹോം പേജ് ഉണ്ട്, പ്രൊഫൈലിംഗ് പേജുണ്ട്, 20 ചോദ്യങ്ങളുണ്ട്. ആ പ്രൊഫൈലിങ്ങിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 10 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെങ്കിലും കാണണം. ഞാൻ റിപ്പീറ്റഡായിട്ട് എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയുകയാണ്. അത് ഞാൻ ടൈറ്റിൽ കാർഡൊക്കെ വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ 10 സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്താണെങ്കിലും കാണണം. അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പല സ്റ്റഡി അബ്രോഡ് ചാനൽസും നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഇതുപോലെ ടൈറ്റിൽ കാർഡ്സ് വെച്ചിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറയണതാണ്, തെറ്റിദ്ധരിക്കരുത്. ഞാനെന്തൊരു കണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ യു ഷുഡൻറ്റ് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഞാൻ എന്നെ പറ്റി സ്വയം പൊക്കി പറയാമെന്ന് പറയരുത് പ്ലീസ്. അപ്പോൾ അത് കാണുക. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കോഴ്സുകൾ ഇന്ത്യൻ കോളേജസിലുണ്ട്. സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, ഇന്ത്യൻ കോളേജസ് ഉണ്ട്. ആ കോളേജസിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് കോളേജാണെന്ന് പറഞ്ഞാൽ വി വിൽ ഫെച്ച് യു ദ പ്രോപ്പർ യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോപ്പർ കോഴ്സ്. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയിലാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് കോഴ്സാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി. വി വിൽ ഹെൽപ്പ് യു വിത്ത് ദി എൻറ്റയർ പ്രോസസ്സ്. അത് സ്റ്റഡി അബ്രോഡ് ആണെങ്കിലും ശരി, ഇന്ത്യയിലെ ഏതെങ്കിലും കോളേജസ് ആണെങ്കിലും ശരി. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എഡ്യൂ മൈൽ സ്റ്റോൺസിന് 1000ഓളം കോളേജസ് ഉണ്ട് അവരുടെ നെറ്റ്വർക്കിൽ. അപ്പം ഇതിൽ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. ദാറ്റ് ഈസ് എ ഹൈലൈറ്റ്. അവർക്ക് മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. ഇപ്പോൾ MBBSനാണെങ്കിൽ കേരളത്തിൽ വേണമെങ്കിൽ നമുക്ക് മെഡിസിന് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സീറ്റ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മേക്ക് യൂസ് ഓഫ് ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ നോക്കൂ. അതുപോലെ ഇന്ത്യൻ കോളേജസിലാണെങ്കിൽ ഏതാണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈ എന്ന് കൊടുത്താൽ മതി. അപ്ലൈ കൊടുത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, +2ലുള്ള മാർക്സൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും എഡ്യൂ മൈൽ സ്റ്റോൺസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവും, ഒരു ലേഡി, ഒരു മാഡം ഉണ്ട്. അപ്പോൾ ആ മാഡം ഞങ്ങൾ വി വിൽ ഗീവ് യു എൻറ്റയർ ഹെൽപ്പ്. വിളിച്ചാൽ മതി, എൻ്റെ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഐ വിൽ ഗീവ് യു വാട്ട് എവർ ഹെൽപ്പ് യു വാണ്ട്. ഐ ആം ദെയർ ടു സർവീസ് യു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്,
കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഈ മറ്റേ സ്റ്റഡി അബ്രോഡ്, സ്റ്റഡി ഇൻ ഇന്ത്യ, സ്റ്റഡി ഹിയർ, സ്റ്റഡി ദർ, ദാറ്റ് കൺട്രി, ദിസ് കൺട്രി എന്ന് പറയുമ്പോൾ ബോറടിക്കും. ഇപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കാര്യം പറയാം, നമ്മുടെ അന്നം ആദ്യം പറയാം, ദിസ് ഈസ് വാട്ട് ഐ ആം ഡൂയിങ് എന്ന് പറയാം. എന്നിട്ട് മറ്റുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതല്ലേ അതിൻ്റെ ഒരു വഴി, അല്ലേ? തെറ്റുണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ ഇഫ് ഐ കീപ്പ് ഓൺ സെയിങ് ദിസ് കോഴ്സ്, ദാറ്റ് കൺട്രി, ഈ കൺട്രി, ആ കൺട്രി, വിസ ഫോർമാലിറ്റി, അവിടെ അങ്ങനെ, അവിടെ എത്ര ശമ്പളം, അവിടെ എത്ര ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ബോർഡ്, അല്ലേ? ആരും ഉണ്ടാവില്ല. ഓരോ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനൽ കാണാൻ ആരെങ്കിലും ഉണ്ടാവോ? ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് അവർ പ്രോഗ്രാം ഒരു ലൈറ്റർ ടോണിലുള്ള കാര്യങ്ങൾ പറയും. കാരണം ഞാനെപ്പോഴും ഈ സ്റ്റഡി അബ്രോഡ്, വിസ പ്രോസസ്സ്, അമേരിക്ക, UK, ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് വട്ടാവും, അവർ ഡാർക്ക് സീനാവും, ആരും കാണാനുണ്ടാവില്ല. ഓരോ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനൽ ആരും കാണില്ല. അപ്പോൾ ഞാനൊന്ന് മാറ്റിപ്പിടിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റർ ടോൺ പിടിക്കാം. എന്നിട്ട് തേർഡ് സെഗ്മെൻറ്റ്, അവസാനം സൈനിങ് ഓഫ്. അപ്പോൾ കിടക്കാം, സെക്കൻഡ് സെക്ഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ മുതൽ, അല്ലേ? ഓഫീസിലേക്ക് ഓടുന്നു. ഇപ്പോൾ നമ്മളൊരു സെയിൽസിലൊക്കെ ആണെങ്കിലേ നമുക്ക് ടാർഗറ്റ്സ് ഉണ്ടാവും. മാസം അവസാനമാകുമ്പോഴത്തേക്കും ഭയങ്കര ടാർഗറ്റ്സ് ഉണ്ടാവും. കാരണം എനിക്കിവിടെ ഫാൻ ഓൺ ചെയ്യാൻ പറ്റില്ല. ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്കിൽ ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴേ. ഒരിക്കൽ ഷൂട്ട് ചെയ്താൽ ശരിയായില്ല, ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്യുക. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഓട്ടം എന്ന് വെച്ചാൽ ഭീകര ഓട്ടം, എന്തിനോ വേണ്ടി ഓടുക. ഏതോ ഒരു സിനിമയിൽ സലീം കുമാർ പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. ഓട്ടം എന്ന് പറഞ്ഞാൽ ഭീകര ഓട്ടം, അങ്ങനെ ഓടുക. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു, നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നു. അറ്റ് എ ടൈം നമ്മൾ ഫോൺ ചെയ്യുന്നു, നമ്മൾ മറ്റുള്ള ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് വീട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ ഡിപ്ലീറ്റഡായി, എനർജി പോയി, നമുക്ക് ഒന്നിനും വയ്യ. കുളിയും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നാവും, അല്ലേ? അങ്ങനെയാണല്ലോ ഈ ഓട്ടം, ഒരു ഫ്ലോയിലിങ്ങനെ പോവുക. പക്ഷേ നമുക്കൊരു അൺവൈൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിന് വലിയ ചിലവൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒരു ചൂട് കാപ്പിയോ അല്ലെങ്കിൽ ചൂട് ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വീടുകളിലും നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നമ്മുടെ സ്ഥലം, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാവും. നമ്മൾ രാവിലെ കഴിച്ചാൽ അവിടെ ആയിരിക്കും ഒരുപക്ഷെ പത്രം വായിക്കുന്നത്. നമ്മൾ ആ ഒരു ചെറിയൊരു സ്ഥലത്തായിരിക്കും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് യു ക്യാൻ റീഡ് ബുക്സ്. പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ നല്ലൊരു മ്യൂസിക് കേൾക്കാം. അങ്ങനെ പല വലിയ ചിലവൊന്നുമില്ല. ദാറ്റ് ഈസ് നത്തിങ്. ഒരു ചിലവുമില്ലാത്ത കാര്യങ്ങളാണ് ഒന്ന് അൺവൈൻഡിങ് പ്രോസസ്സ്. അല്ലെങ്കിൽ നമുക്ക് പഴയൊരു സ്കൂൾ മേറ്റിന് അല്ലെങ്കിൽ കോളേജ് മേറ്റായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കാം. ഒരു റിഫ്രഷിംഗ് ആണ് അതൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ ചെയ്ത ഒരു നല്ലൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു, പൈസ കൊണ്ടല്ല അല്ലാണ്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റിയിട്ട് വലിയൊരു നല്ല വാക്ക് പറയാം, അല്ലെങ്കിൽ നമ്മളോട് താങ്ക്സ് പറയുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ. മറ്റുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറയുന്നത് കേൾക്കുന്നത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ശ്രമിക്കുന്നത്. ഐ എം ജസ്റ്റ് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്. എനിക്കറിയാം, കാര്യത്തിലേക്ക് വരാം. ഇന്നലെ ഒക്ടോബർ 1ഉം 2ഉം അവധിയായിരുന്നു. ഇന്ന് ഒക്ടോബർ 3ആണ്. അപ്പോൾ ഇന്നലെ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദി ഫാമിലി ആൽബം. ഒരു എന്തോ നോക്കിയപ്പോൾ പഴയ 5-6 ആൽബം എനിക്കുണ്ടായിരുന്നു, എൻ്റെ കല്യാണത്തിൻ്റെ ആൽബം. അപ്പോൾ ആ ആൽബത്തിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് പഴയ മരിച്ചുപോയ ഡാഡി, മരിച്ചുപോയ അമ്മാവന്മാർ, ഗെറ്റ് ടുഗദർ, അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പ്രീ ഡിഗ്രിക്കോ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് വാങ്ങി തന്ന ബൈക്ക്, അല്ലെങ്കിൽ അച്ഛൻ്റെ ആദ്യത്തെ ഫിയറ്റ് കാർ, അംബാസഡർ കാർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇന്നലെ ഞാൻ വെറുതെ ആൽബം എടുത്ത് നോക്കുമായിരുന്നു, ഒന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ ലീവാണല്ലോ, വൈഫുണ്ട്, മകളുണ്ട്. അപ്പോൾ വെറുതെ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദി ആൽബം.
അപ്പോൾ അച്ഛൻ്റെ പഴയ 800 കാറ് കണ്ടു, ബ്രൗൺ കളറിൽ മാരുതി 800. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഐ ക്യാൻ ജസ്റ്റ് ഫീൽ ദ സ്മെൽ ഇൻസൈഡ് ദ കാർ. ആ കാറിൻ്റെ ഉള്ളിലെ സ്മെല്ലൊക്കെ നമുക്ക് വന്നത്. അങ്ങനെ ആ കാറിൽ ഞാനും അനിയനും ചെറിയ കുട്ടികളും അച്ഛനും അമ്മയും ഞാനും അനിയനും കൂടി നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടു. മോഹൻലാലിൻ്റെയും നാദിയ മധുവിൻ്റെയും സിനിമ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ ഐ വാസ് ജസ്റ്റ് അതുപോലെ കോളേജിൽ പണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ആണെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഊട്ടി മൈസൂരാണ് പണ്ട് കാലത്തൊക്കെ കോളേജിൽ നിന്ന് ട്രിപ്പ് പോവുക. അപ്പോൾ ഊട്ടി ലേക്കിലൂടെ ബോട്ടിങ്ങിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. എല്ലാവരുടെയും കാര്യങ്ങൾ ഇത് ഞാൻ വലിയൊരു ഭീകര സംഭവമായിട്ട് പറയണമല്ല, എല്ലാവർക്കും ഉണ്ടാവും ഇത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അതിലിപ്പോൾ വലിയ കാശ് ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ പഴയ ആൽബംസ് കാണുക, നമുക്ക് രസമുള്ള ബുക്കുകൾ വായിക്കുക, പഴയ ഫ്രണ്ട്സിനെ വിളിക്കുക. ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ അൺവൈൻഡ് അല്ലേ. ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. യു ഷുഡ് ഡു സം കൈൻഡ് ഓഫ് ജോബ് ഫോർ ഡേ ടു ഡേ ലിവിങ്. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പഴയ ആൽബം കണ്ടപ്പോഴേ. പല പല കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്കൊരു വീട്ടിൽ കല്ലൂർ വീട്ടിലൊരു പോമറേനിയൻ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക ഫ്രെയിമിലും ആ പട്ടിക്കുട്ടി ഉണ്ടായി. അപ്പോൾ ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. അങ്ങനെ പഴയ അച്ഛൻ്റെ വണ്ടി കണ്ടു. അങ്ങനെ ആ ആൽബം നോക്കിയപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ കണ്ടു, പഴയ മെമ്മറീസൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ വലിയ 5-6 ആൽബം എടുത്ത് നോക്കില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യണം. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നല്ല പാട്ട്, എ ആർ റഹ്മാൻ്റെ പാട്ട്, നമ്മുടെ ജോൺസൺ മാസ്റ്ററുടെ പാട്ട്, മഴ, കട്ടൻ കാപ്പി എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ മലയാളികളുടെ എന്നും ഉള്ള നോസ്റ്റാൾജിയാണ്. അപ്പോൾ അതൊക്കെയാണ് വലിയൊരു റിവൈൻഡിങ് പ്രോസസ്സ്. അല്ലാതെ നമുക്ക് കാശ്മീരോ ലഡാക്കോ ഹിമാലയാസിലൊന്നും പോകാനൊന്നും അങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല. എനിക്ക് പേഴ്സണലി പറ്റില്ല. കാരണം എനിക്ക് വയസ്സായിട്ടുള്ള അമ്മ ഉണ്ട്. അമ്മ ബെഡ് റിട്ടേൺ ആണ്. അപ്പോൾ അമ്മേനെ വിട്ടിട്ടൊന്നും അങ്ങനെ വലിയൊരു എക്സ്റ്റൻസീവ് ഓൾ ഇന്ത്യ ടൂറൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, വലിയ കാശിലവില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലാതെ ഇത് ഭീകരമായിട്ട് ഞാൻ കണ്ടുപിടിച്ച സാധനമായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിമ്പിൾ റിവൈൻഡിങ് പ്രോസസ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ പോവില്ല. ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഇതുപോലെ ചെറിയ എപ്പിസോഡുകളായിട്ട് വരാം. പിന്നെ എല്ലാ ദിവസവും എനിക്ക് വൈകുന്നേരം ലൈവിൽ വരണം. അങ്ങനെയൊന്നും നിങ്ങളൊന്നും വിട്ടുപോകില്ല. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഇനി ഫൈനൽ നോട്ട്, ഓരോ കരിയർ ഗൈഡൻസിന് ലൈക്സ് വേണം, ഹൈപ്സ് വേണം, പിന്നെന്താ വേണ്ടത്, സബ്സ്ക്രിപ്ഷൻസ് വേണം, കമൻസ് വേണം. അല്ലാതെ ഞാൻ ഈ വീഡിയോസ് ഇപ്പം തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 10-34 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ aura.edumilesstones.com, അതെന്താണെങ്കിലും സ്റ്റഡി അബ്രോഡിൽ നിന്ന് പോണ കുട്ടികൾ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കാർഡ്സൊക്കെ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിൽ 10 പ്രോസസ്സുണ്ട്. അതെന്താണെങ്കിലും കേൾക്കണം, സ്റ്റഡി അബ്രോഡിൽ നിന്ന് പോണ ആൾക്കാർ. ഇനി അതല്ല, ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിൽ പറഞ്ഞ മാഷെ, നമ്മൾ റെഡിയാണ്. നമ്മൾ എന്ത് സർവീസ് വേണമെങ്കിലും, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർവീസിനും ഓറ കരിയർ ഗൈഡൻസും എഡിമൈൽസ്റ്റോൺസും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.